ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടേ. നല്ല പച്ചമാങ്ങയാണേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. 2 ദിവസമായിരിക്കുന്നു. അതുകൊണ്ടൊന്ന് ചെനപ്പ് വന്നു. അതിങ്ങനെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അച്ചാർ നോക്കാം സിമ്പിളായിട്ട് എങ്ങനെ ഇടുന്നതെന്ന്. ഒരു പാനിൽ കുറച്ച് ഉലുവയും കടുകും ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഏറെ ഉണ്ട്, അതിന് മാത്രമുള്ളതല്ല, ഞാൻ ഇച്ചിരി ഏറെ പൊടിച്ചതാ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. നമ്മൾ നല്ലെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണതേ. നല്ലെണ്ണ അത്യാവശ്യത്തിന് ഒരുപാടൊന്നുമില്ല, അത്യാവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുവും ഉലുവയും കൂടെ അതിനകത്തായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുവാണേ. നന്നായിട്ട് കടുവും ഉലുവയും പൊട്ടി വേർതിരിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ അതിൻ്റെ ചേരുവകൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും ഇഞ്ചിയും മുളകും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ. നല്ലോണം മൂക്കണേ, നല്ലോണം മൂത്ത് നല്ലോണം ഇളക്കി മീഡിയം തീയിലിട്ട് ഇളക്കി നല്ലോണം മൂത്ത് ഇച്ചിരി ഉപ്പ് ഇതിന് വേണ്ടുന്ന ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഓൾറെഡി മാങ്ങ ഞാൻ ഉപ്പ് തിരുമ്മി അകത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി ഉപ്പുകളിൽ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ അരിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് തിരുമ്മി വെച്ചായിരുന്നു, ഇല്ലെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല. അതിങ്ങനെ നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും. തമ്മിൽ ഇങ്ങനെ മുട്ടുമ്പോൾ കിളിക്കിലോ എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റുമേ. അതുവരെ ഇങ്ങനെ മൂപ്പിക്കാം. മൂപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ അച്ചാറിൻ്റെ കൂട്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അച്ചാർ പൊടി, കായപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ നല്ലോണം മിക്സ് ആക്കി വെച്ചിരിക്കും ഇച്ചിരി വെള്ളത്തിൽ. അതിട്ട് നമ്മുടെ അരപ്പിലോട്ടിട്ട് നല്ലോണം ഇളക്കി എല്ലാം യോജിപ്പിച്ചിട്ട് നല്ലോണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂക്കണം. നല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും അതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. നല്ലോണം കുറേ നേരം ഇങ്ങനെ ഇളക്കണേ. ഇളക്കി കഴിഞ്ഞ് സിമ്പിൾ അച്ചാറാണേ. സിമ്പിളാണ്, എന്നാലും നല്ല അടിപൊളി അച്ചാറാണ്. അച്ചാർ മാത്രമല്ല നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും സമയം കിട്ടുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി ആ പൊടിയും മൂത്ത് കണ്ണായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റും. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഒന്ന് ഇളക്കിൽ നിർത്തിയിട്ട് ഒന്ന് അതിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി എണ്ണ തെളിഞ്ഞ് വരുന്നതേ. നേരെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇടുക. അരപ്പിനും മൊത്തത്തിൽ ചേരാനുള്ള ഉപ്പും കൂടെ അതിലിട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഉലുവയും പൊടിച്ചില്ലായിരുന്നു, ഉലുവയും കടുകും കൂടി അത് ഞാൻ നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ടേ. ഒത്തിരി അങ്ങ് ക്രഷായിട്ടില്ല, ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട്. അതും ഇട്ട് ഇച്ചിരി കൂടി കായും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കുവാണേ. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ലോണം അതും കൂടെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണവും എല്ലാം ഒന്ന് മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല മണം കൊണ്ടിട്ട് ഇപ്പം തന്നെ നല്ല മണം വരുവേ. അത് നമ്മൾ കുറച്ച് ഇതിടുക. നമ്മുടെ ചുറുക്ക വിനാഗിരി കുറച്ച് ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിന് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കായം കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കായം കൂടെ ഇട്ട് കൊടുത്ത് ഇച്ചിരി നല്ലോണം ഈ ആവശ്യത്തിന് വിനാഗിരി, മാങ്ങയ്ക്ക് പുളിയുണ്ട്, വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അതിന് ഇച്ചിരി നേരം ഒരു 5 മിനിറ്റും കൂടെ അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം യോജിക്കണം കേട്ടോ. നമുക്കത് കാണാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചും എല്ലാം. പിന്നെ ഇച്ചിരി ഫ്രഷ് കരിയാപ്പില ഒന്നും കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഫ്രഷ് കരിയാപ്പിലയും കൂടി ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ മാങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചുകൊണ്ട് ഇച്ചിരി വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. അത് വിനാഗിരിയാണ്, വെള്ളമൊന്നുമല്ല. നമ്മൾ ഒട്ടും വെള്ളത്തിലേക്ക് ഒഴിക്കുന്നില്ല. അന്നേരം നല്ലോണം എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിലേക്ക് മാങ്ങ ഇടുക. മാങ്ങ ഇട്ടിട്ട് നല്ലോണം നമ്മൾ ആ മാങ്ങയും അരപ്പും കൂടെ മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് ചേർത്ത് നല്ലോണം യോജിപ്പിക്കണം കേട്ടോ. നമുക്കത് കാണാൻ പറ്റും. മൊത്തം യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കാണാൻ പറ്റും. യോജിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ യോജിച്ച് എല്ലാ മാങ്ങയിലും മുളകെല്ലാം പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒത്തിരി നേരം ഒന്നും വേവിക്കണ്ട. മാങ്ങ അങ്ങ് വെന്തളിഞ്ഞ് പോകും. ഒന്ന് ചൂടാക്കിയാൽ മതി. തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡി ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല, അടിപൊളിയാട്ടോ.